ആർട്ട് ഓഫ് ഹാർമണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത രീതിയിൽ സംഭാഷണങ്ങൾ നടത്തുന്നു, സംഭാഷണങ്ങൾ കേൾക്കുന്നു. വ്യത്യസ്ത അഭിപ്രായ പ്രകടനങ്ങൾ പലരും നടത്തുന്നു. നമ്മളെ അനുകൂലിച്ചുകൊണ്ടും നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും നമ്മളെ വിമർശിച്ചുകൊണ്ടും ഒക്കെയായുള്ള നിരവധിയായ സംഭാഷണ ശൈലികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഒരു കഥ പറയട്ടെ. ഒരു ഗ്രാമത്തിൽ ഒരു കർഷകനുണ്ടായിരുന്നു. കർഷകന് ഒരു കുതിര വീട്ടിലുണ്ടായി. അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണ്. ആ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നവർ ഓരോ ദിവസവും അതിലെ പോകുമ്പോൾ പറയാറുണ്ട്, ഓ എന്തൊരു ഭാഗ്യം, ഒരു കുതിര വീട്ടിലുണ്ടല്ലോ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുതിര ആ വീട് വിട്ട് ഓടിപ്പോയി. എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. തുടർന്നുള്ള ദിവസങ്ങളിൽ ആ ഗ്രാമത്തിലെ ഗ്രാമീണർ അതിലെ വരുമ്പോൾ, എന്നാലും കഷ്ടം, ഒരു കുതിര ഉണ്ടായിരുന്നു, അതുപോലെ ഇവിടെ വാഴുന്നില്ല, ഇവിടെ എന്തോ കുഴപ്പമുണ്ട്, അങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ പറഞ്ഞു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ പോയ കുതിര വേറൊരു കുതിരയുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അത് കണ്ടപ്പോൾ നാട്ടുകാർ, കർഷകരായിട്ടുള്ളവർ, ഗ്രാമീണർ സന്തോഷിച്ചു. പറഞ്ഞു, ഓ എന്തൊരു ഭാഗ്യം, എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ആൾ, ഇയാൾക്ക് എന്തൊരു ഭാഗ്യമാണ്, വീട്ടിലെ 2 കുതിര. അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസത്തിന് ശേഷം ഈ കർഷകൻ്റെ മകൻ പുതിയതായിട്ട് വന്ന കുതിരയുടെ പുറത്ത് കയറി കുറച്ച് ദൂരം പോകാൻ ആഗ്രഹിച്ചു കുതിരപ്പുറത്ത് യാത്ര ചെയ്യുക. കുറച്ച് കഴിഞ്ഞപ്പോൾ പരിചയമില്ലാത്ത ഈ കർഷകൻ്റെ മോനെ ആ കുതിര തൊഴിച്ച് താഴെയിട്ടു. കാലൊടിഞ്ഞ് അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കുകയാണ് കർഷകൻ്റെ മകൻ. ഇതറിഞ്ഞ് ഗ്രാമീണർ അതിലേക്കൂടെ അടുത്ത ദിവസം പോയപ്പോൾ, എന്നാലും ഇത് പറ്റിയല്ലോ നിനക്ക്, ഇങ്ങനെയൊക്കെ വിമർശിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. എന്തോ കഷ്ടകാലമുണ്ട് നിങ്ങൾക്ക്, ഇങ്ങനെയൊക്കെ സംസാരിച്ചു. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ ഗ്രാമത്തിൽ, ഗ്രാമം ഉൾപ്പെടുന്ന രാജ്യത്തിൻ്റെ മറ്റ് രാജ്യവുമായിട്ട് ഒരു യുദ്ധമുണ്ടായി. ഈ ഗ്രാമത്തിൻ്റെ അധിപൻ അവിടെ പട്ടാളക്കാരുമായി വന്ന് ഈ ഗ്രാമത്തിൽ നിന്ന് ചെറുപ്പക്കാരായിട്ടുള്ളവരെയൊക്കെ പട്ടാള സേവനത്തിനായി ബലം പ്രയോഗിച്ച് എടുത്തുകൊണ്ടുപോയി. എന്നാൽ ഈ കർഷകൻ്റെ മകനെ അവർ തിരഞ്ഞെടുത്തില്ല, കാരണം കാല് ഒടിഞ്ഞയാളാണല്ലോ. അപ്പോൾ വീണ്ടും കർഷകർ പറഞ്ഞു, എന്നാലും ഇങ്ങനെയോ അനുഗ്രഹം കിട്ടുമോ? ഞാനിത് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്, മനുഷ്യരുടെ അഭിപ്രായം വ്യത്യസ്തമാണ്. നമുക്ക് മനുഷ്യരുടെ വായടയ്ക്കാൻ സാധിക്കില്ല. എന്നാൽ എങ്ങനെ ജീവിതത്തിലെ വ്യത്യസ്ത സംഭവങ്ങളെ നമുക്ക് നോക്കിക്കാണാം എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു, അതാണ് നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മധൈര്യം നൽകുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബോധ്യങ്ങൾ നൽകുന്നത്. മനസ്സിനെ ശാന്തമാക്കി നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് നമ്മുടെ നന്മകളെയും നമ്മുടെ വളർച്ചകളെയും നമ്മുടെ കഴിവുകളെയും നമ്മുടെ കുറവുകളെയും നമ്മുടെ പോരായ്മകളെയും നമ്മുടെ തിരുത്തേണ്ട മേഖലകളെയും നമ്മൾ തിരുത്തുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമ്മൾ വളരുകയാണ്. നമ്മൾ ഓളത്തിനൊത്ത് നീങ്ങുന്നവരല്ല. മനുഷ്യരുടെ അഭിപ്രായം പലതാകാം. നമ്മളെ വിമർശിച്ചെന്നിരിക്കാം. വിമർശിക്കുമ്പോൾ വിമർശിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനെ തുറവിയോടെ സ്വീകരിക്കാൻ സാധിക്കും. തിരുത്തേണ്ട മേഖലകളുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാനത് ശ്രദ്ധിക്കാമെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇനി ഞാനത് ശ്രദ്ധിച്ചു കൊള്ളാമെന്ന് പറയാം. അങ്ങനെ മനുഷ്യരുടെ പ്രതികരണങ്ങൾ എന്തു തന്നെയായാലും അത് നമ്മളെ വളർത്താൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവയെ തുറവയോടെ സ്വീകരിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ നന്മയും കഴിവുകളും ശക്തിയും കോട്ടവും കുറവുകളുമുള്ളവർ. അപ്പോൾ നമ്മുടെ ബലഹീനതകളെ തിരുത്തുവാനുള്ള മേഖലകളെ കണ്ടെത്തുക, അതോടൊപ്പം നമ്മിലുള്ള നന്മകളെ വളർത്തുക. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എല്ലാവരിലും നന്മകൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ഒരു ഫ്രാൻസിസ്കൻ ട്രഡീഷനിൽ എല്ലാവർക്കും ആശംസിക്കുന്നു, ഗുഡ് മോർണിംഗ് ഗുഡ് പീപ്പിൾ, നിനക്ക് നല്ലത് വരട്ടെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരിലും നന്മ. ഈശോ വന്നത് പാപിയെ സ്നേഹിക്കാനും പാപിയെ വീണ്ടെടുക്കുവാനുമാണ്. പാപത്തെ വെറുക്കുന്നു. നമ്മിൽ ഓരോരുത്തരിലും നന്മകളുണ്ട്,
നമ്മിൽ ഓരോരുത്തരിലും കുറവുകളുണ്ട്. നമ്മിലെ നന്മകളെ വളർത്താൻ ആണ് ദൈവം നമ്മിലോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് നന്മയിൽ വളരട്ടെ. പാപിയെ സ്നേഹിക്കാൻ വന്ന ഈശോ പാപിയും പാപവും തമ്മിലുള്ള വേർതിരിവ് അവിടുന്ന് നടത്തുന്നു. ഒരുവൻ പാപിയായി എന്നതുകൊണ്ട്, പാപത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് അവനെ മുദ്രകുത്തി ഒഴിവാക്കുന്നില്ല. സുവിശേഷത്തിൽ പാപിയായവരെ, പാപത്തിൽ പിടിക്കപ്പെട്ടവരെയൊക്കെ സ്വീകരിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നു. അപ്പോൾ മറ്റുള്ളവരിലെ നന്മ കാണാനും നമുക്ക് സാധിക്കട്ടെ, മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അത്തരത്തിൽ മനുഷ്യരുടേതായ അഭിപ്രായ പ്രകടനങ്ങൾക്കനുസരിച്ച് നമുക്കൊരു അതിൻ്റെ ഓളത്തിൽ പോകുന്നവരാകാതെ സ്ഥിരതയോടെ, ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. അത്തരത്തിൽ നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകട്ടെ, ദിശാബോധമുള്ളതാവട്ടെ, മറ്റുള്ളവരെ വളർത്തുന്നതാകട്ടെ. മറ്റുള്ളവരുടെ പരാമർശങ്ങൾ നമ്മൾ ആത്മപരിശോധന ചെയ്ത് നമ്മെ വളർത്താൻ ഉദകരിക്കുന്നുവെങ്കിൽ അവയെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും സമാധാനവും സൗഭാഗ്യവും ആശംസിക്കുന്നു. നന്ദി.